നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോൾ പോഡ്കാസ്റ്റിൻ്റെ റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസിലെ 11ാമത്തെ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ വേൾഡ് കപ്പ് ഇങ്ങ് അടുത്തെത്തി കേട്ടോ. അതിൻ്റെ ഒരു ആവേശം ആർക്കെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറും, കളി അങ്ങ് കാര്യമാകും. വേൾഡ് കപ്പിൻ്റെ ആവേശം അതിൻ്റെ പാരമ്യതയിൽ എത്തിക്കുക എന്ന ദൗത്യം മലയാളക്കരയിൽ ഏറ്റെടുത്തുകൊണ്ടാണ് റാഫ് ടോക്ക് ഫുട്ബോൾ പോഡ്കാസ്റ്റ് പൂർണ്ണമായിട്ടും അതിലേക്ക് മാറി റോഡ് ടു വേൾഡ് കപ്പ് എന്ന വീഡിയോ സീരീസ് ആരംഭിച്ചത്. 10 വീഡിയോ പിന്നിടുമ്പോൾ സുഹൃത്തുക്കളുടെ പിന്തുണ നമ്മളെ മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം സമ്മാനിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മുടെ മെയിൻ ചാനലിൽ 1 മില്യണിലധികം സുഹൃത്തുക്കളുടെ പിന്തുണയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ ആവേശമൊക്കെ താനെ വരും. നിങ്ങൾക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് റാഫ് ടോക്സ് നിങ്ങളിലേക്ക് ഫുട്ബോൾ വാർത്തകൾ എത്തിച്ചുകൊണ്ട് ഇവിടെ ഉണ്ട്. നമുക്ക് ഫുട്ബോൾ പ്രേമികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കത്തക്കവണ്ണം 1 മില്യണിലധികം ഫോളോവേഴ്സും നമ്മുടെ ചാനലിനുണ്ട്, മെയിൻ ചാനലിന്. അതായത് സ്പോർട്സ് മാത്രം പറഞ്ഞിട്ട് കേരളത്തിലെ ആരും 1 ലക്ഷം പോലും കടക്കില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞൊരു സമയമുണ്ട്. അത് കടന്ന് നമ്മൾ 1 മില്യൺ ആക്കിയില്ലേ. അത് ഫുട്ബോൾ പ്രേമികളുടെ നമ്മുടെ അഭിമാനമാണ്. ഈ ചാനലിൽ കാണുന്ന 1 മില്യൺ ആളുകളുടെ കൂട്ടായ്മ. സോ നമ്മൾ തന്നെ മുന്നിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകും. നമ്മളല്ലാതെ മറ്റാരടോ ഇതിൻ്റെ ആവേശത്തെ കൊണ്ടുപോകാൻ. ഈ വേൾഡ് കപ്പ് നമ്മൾ ഒരുമിച്ച് തൂക്കും. ക്രെഡിബിളായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ക്രെഡിബിളായിട്ടുള്ള ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്നും പ്രതിജ്ഞാബദ്ധമാണ്. നമ്മളിപ്പോൾ ഇന്ന് എന്തായാലും ചർച്ച ചെയ്യുന്നത് ബ്രസീൽ ടീമിൻ്റെ കോളപ്പിനെ കുറിച്ചാണ്. ഇന്നലെയാണ് കോളപ്പ് നടന്നത്. അതിൻ്റെ വാർത്തയും മറ്റു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് റാഫ് ടോക്സ് ചാനലിലുണ്ട്. ഇനി നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിമർശനങ്ങൾ ബ്രസീലിൽ നിന്ന് ഉയരുന്നുണ്ട്. അതും ഈ സ്ക്വാഡ് വേൾഡ് കപ്പ് നേടാൻ പര്യാപ്തമാണോ എന്നുള്ളതുമൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ ഇത് നിങ്ങളുടെ ഒരു സ്പേസാണ് റാഫ് ടോക്ക് ഫുട്ബോൾ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മാത്രമല്ല, കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റായിട്ട് വിടാം. വേൾഡ് കപ്പിന് നമുക്ക് യൂസ് ചെയ്യാനുള്ള ആവേശം പങ്കുവെക്കാനുള്ളൊരു സ്പേസാണ് റാഫ് ടോക്ക് ഫുട്ബോൾ പോഡ്കാസ്റ്റ്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫുട്ബോൾ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകളിലേക്ക് മാത്രം, വീഡിയോകളിലേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശരി, UCL ഫൈനലൊക്കെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ വന്നേക്കാം. പക്ഷേ മെയിൻലി നമ്മളിപ്പോൾ ടാർഗറ്റ് ചെയ്ത് പോകുന്ന വേൾഡ് കപ്പാണ്. ഇതിൻ്റെ ഒരു ആവേശം നമുക്കിങ്ങനെ ഇങ്ങനെ കൊണ്ടുവരണം. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു TV ചാനലിൽ കണ്ടു, വേൾഡ് കപ്പിന് പഴയ ആവേശമൊന്നുമില്ല. ആര് പറഞ്ഞെന്നേ? ആവേശമൊക്കെ പാവും. ബ്രസീൽ സ്ക്വാഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പോർച്ചുഗൽ സ്ക്വാഡ് ഇതാ പ്രഖ്യാപിക്കുന്നു. അതുപോലെ അർജൻറ്റീനയുടെ ഫൈനൽ സ്ക്വാഡ് ഇപ്പോൾ വരും. ഇംഗ്ലണ്ടും അതുപോലെ ടീമുകളുടെയൊക്കെ സ്ക്വാഡ് വരുന്നു. ഫ്രാൻസ് സ്ക്വാഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്പെയിൻ്റെ സ്ക്വാഡ് ഇപ്പോൾ വരും. അപ്പോൾ ആവേശമൊക്കെ താനെ വരും. അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് ക്യാമ്പ് ഇതാ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. വരുന്ന ബുധനാഴ്ച ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ക്യാമ്പ് ആരംഭിക്കുകയാണ്. പിന്നെ എവിടെയോ ആവേശം വരാതിരിക്കാൻ? താനെ വരും ആവേശം. ശരി, നമ്മൾ ഈ ബ്രസീലിൻ്റെ കോളപ്പിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ബ്രസീലിയൻ മീഡിയകളിൽ പൊങ്ങി വരുന്നത്, നെയ്മർ ജൂനിയറെ സ്ക്വാഡിലേക്ക് എടുത്ത ആഞ്ചലോട്ടി മാർക്കറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ബ്രസീലിലെ പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റുകൾ, ഫുട്ബോൾ പണ്ഡിറ്റുകൾ, ഫുട്ബോൾ നിരീക്ഷകരൊക്കെ ആയിട്ടുള്ളവരാണ് ഈ ആരോപണം, ഈ വിവാദവും ഒക്കെ ആയിട്ട് വരുന്നത്. ഇപ്പോൾ UL സ്പോർട്ടയിൽ ഇന്നലെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിച്ച ഉടൻ നടന്ന ചർച്ചയിൽ മൗറോ സെസാർ പെരീര, അവിടുത്തെ പ്രധാനപ്പെട്ട ഫുട്ബോൾ നിരീക്ഷകനാണ്, അദ്ദേഹം ആരോപിച്ച ആരോപണം ഇങ്ങനെയാണ്: ആഞ്ചലോട്ടിയെ പോലുള്ള വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു കോച്ച് ഇവിടെ മാർക്കറ്റിംഗ് താല്പര്യങ്ങൾക്കും ലോബിയിങ്ങിനും വഴങ്ങിയിരിക്കുന്നു. CBF നടത്തിയ ഒരു ഓർക്കസ്ട്രേറ്റഡ് സർക്കസാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് കച്ചവട താല്പര്യങ്ങൾക്കൊരു ഹൈപ്പ് കൊടുക്കാനാണ് നെയ്മർ ജൂനിയറെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2006 ഇതുപോലെ കാര്യങ്ങൾ ചെയ്തു. ആ ദുരന്തം ആവർത്തിക്കാനാണ് ബ്രസീൽ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം കടന്നങ്ങ് ആക്രമിച്ചു. അയ്യോ, നെയ്മറെ തിരികെ കയറ്റിയത് സ്പോൺസർമാർക്ക് വേണ്ടിയിട്ടാണ്, കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമാണെന്നാണ് ആ ആരോപണം. ബ്രസീലിൽ ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, സംശയമില്ല. പക്ഷെ നെയ്മർ ഒരു ബ്രാൻഡാണ്, ശരി. നെയ്മർ ഉണ്ടെങ്കിൽ ബ്രസീൽ ടീമിൻ്റെ മൂല്യം വർദ്ധിക്കും, ശരി.
അത് ചെയ്യാൻ വേണ്ടി തന്നെയാണ് സമീർ സൗദും CBFും ആഞ്ചലോട്ടിയെ കൊണ്ട് അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിച്ചത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടാവും. നമുക്ക് ആരുടെയും അഭിപ്രായമൊന്നും പറയാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടാവും. ഒരർത്ഥത്തിൽ അത് ശരിയാണെന്ന് തോന്നുകയും ചെയ്യാം. ശരിയല്ലേ? നെയ്മർ ഇല്ലാത്ത ബ്രസീൽ ടീമിന് ലോകത്തെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾക്കിടയിലുള്ള മൂല്യവും നെയ്മറുള്ള ബ്രസീൽ ടീമിന് ലോകത്തെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾക്കിടയിലുള്ള മൂല്യവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ മാർക്കറ്റിംഗ് അവിടെയുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ കളിയാക്കി പറയാൻ മാത്രം മോശം താരമാണോ നെയ്മർ ജൂനിയർ? നെയ്മർ കളിച്ച 13 വേൾഡ് കപ്പ് മത്സരങ്ങളിൽ 11 ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിനുണ്ട്. 8 ഗോളുകളും 3 അസിസ്റ്റുകളും. അപ്പോൾ പലരും പറയും അതൊക്കെ പഴയ കഥയല്ലേ എന്ന്. ആണെന്ന് പഴയ കഥ ആയിക്കോട്ടെ. ഇപ്പോൾ സമീപകാലത്ത് അദ്ദേഹം പരിക്കിൻ്റെ പ്രശ്നങ്ങളില്ലാതെ കളിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ആഞ്ചലോട്ടിക്ക് ആ ടാലൻറ്റിൽ വിശ്വാസമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നെയ്മറെ സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നത്. പിന്നെയുള്ള ചോദ്യങ്ങൾ പൗലോ വിനീഷ്യസ് കൊയ്ലോ PVC ബ്രസീലിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഫുട്ബോൾ എക്സ്പേർട്ടാണ്. അദ്ദേഹം പറയുന്ന ജാവോ പെഡ്രോയെ ഒഴിവാക്കിയത് ശരിയായില്ല. നെയ്മറുടെ 15 കളികൾക്ക് യൂറോപ്പിലെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ലീഗായ പ്രീമിയർ ലീഗിൽ ജാവോ പെഡ്രോ അടിച്ച 15 ഗോളുകളുടെ വിലയില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. ജാവോ പെഡ്രോ സ്ക്വാഡിലിടം അർഹിച്ചിരുന്നു എന്നാണ് PVC പറയുന്നത്. അതൊരർത്ഥത്തിൽ ശരിയാണ്. ജാവോ പെഡ്രോ ഇടം അർഹിച്ചിരുന്നു. പക്ഷെ ആരെ ഒഴിവാക്കുമെന്ന ചോദ്യം അപ്പോഴും അവിടെ വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരും. ബ്രസീൽ പോലുള്ളൊരു രാജ്യത്ത്, പ്രതിഭകളുടെ അക്ഷയ ഖനിയായിട്ടുള്ളൊരു നാട്ടിൽ ആരെ സ്ക്വാഡിലെടുത്താലും മറ്റേയാൾ ഒഴിവാക്കേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നം വരുമല്ലോ. അപ്പോൾ എല്ലാ തവണയും ഉണ്ടാകുന്ന പോലെ ചില വിമർശനങ്ങളുണ്ട് എന്ന് കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് ഈ ബ്രസീൽ സ്ക്വാഡ് മികച്ചതാണ്. പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ ഒരു സ്ക്വാഡും പെർഫെക്റ്റ് അല്ല. അതിപ്പോൾ വേൾഡ് കപ്പിന് പോകുന്ന ഏതെങ്കിലും ഒരു സ്ക്വാഡ് പെർഫെക്റ്റ് സ്ക്വാഡാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. എല്ലാ ടീമുകൾക്കും അവരുടേതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാവും. അത്ര തന്നെ ഈ ബ്രസീലിൻ്റെ കാര്യത്തിലും പറയാനുള്ളൂ. പിന്നെ ഇങ്ങനെ പല മേഖലകളിൽ നിന്നുള്ള വലിയ സമ്മർദ്ദങ്ങളുണ്ടാവും. ആ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും കോച്ചിൻ്റെ തീരുമാനങ്ങൾ അത് ബാധിക്കില്ലേ എന്ന ചോദ്യമുണ്ട്. അപ്പോൾ കോച്ചിൻ്റെ തീരുമാനങ്ങളെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും ബാധിച്ചിട്ടില്ല എന്നാണ് ആഞ്ചലോട്ടി ഇന്നലെ ഗ്ലോബോക്ക് കൊടുത്ത ഇൻ്റർവ്യൂ പറഞ്ഞത്. അതായത് ഈ അനൗൺസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം നേരെ ഗ്ലോബോ TV ഗ്ലോബോയുടെ ഇൻ്റർവ്യൂവിനാണ് പോയത്. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ജീവിക്കുന്നത് ഇവിടെ ബ്രസീലിലല്ലേ, ഞാൻ താമസിക്കുന്നത് ബ്രസീലിലാണല്ലോ, ആളുകൾ ബീച്ചിൽ എന്ത് പറയുന്നു ഞാൻ ശ്രദ്ധിക്കാറുണ്ടല്ലോ, റെസ്റ്റോറൻറ്റിലെ ആളുകളുടെ ചർച്ച എന്താണെന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ബ്രസീൽ ടീമിൻ്റെ ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ എനിക്ക് വലിയ ആങ്സൈറ്റി ഒന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് വലിയ ആശങ്കയും ആകാംക്ഷയൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഡേ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ചലഞ്ചുകൾ അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തിട്ടാണ് കാര്യങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഈ സ്ക്വാഡ് ഇത് വേൾഡ് കപ്പ് നേടാൻ കപ്പാസിറ്റിയുള്ള സ്ക്വാഡാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വേൾഡ് കപ്പ് സ്ക്വാഡുകളിൽ നിന്ന് അപേക്ഷിച്ച് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നെയ്മറെ മാത്രം ആശ്രയിച്ചുണ്ടാക്കിയ ഒരു സ്ക്വാഡല്ല എന്നാണ്. 2014 വേൾഡ് കപ്പിൽ നെയ്മർ ആശ്രയിച്ചുണ്ടാക്കിയ ടീമാണ്. 2018 വേൾഡ് കപ്പ് നെയ്മർ കളിക്കുമ്പോഴും അദ്ദേഹത്തെ തന്നെയാണ് പ്രധാനമായിട്ട് ടീറ്റ വെച്ചത്. 2022 ഓൾമോസ്റ്റ് നെയ്മർ തന്നെയായിരുന്നു പ്രധാന താരം. വിനീഷ്യസ് ഒക്കെ സ്ക്വാഡിൽ ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് ഒന്നും അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. നെയ്മറെ വേണമെങ്കിൽ ബെഞ്ചിൽ ഇരുത്താം. കോച്ച് അത് വളരെ കൃത്യമായി പറഞ്ഞു. നെയ്മർ ജൂനിയർ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ് ബ്രസീലിന് ഈ വേൾഡ് കപ്പിന്. പക്ഷേ മറ്റെല്ലാ താരങ്ങൾക്കുമുള്ള റോൾ എന്താണോ അത് തന്നെയാണ് ഇവിടെ നെയ്മർക്കുമുള്ളത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം, ചിലപ്പോൾ ബെഞ്ചിലിരിക്കാം, മുഴുവൻ കളി ഇറങ്ങാതിരിക്കാം, ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറങ്ങാം. മറ്റെല്ലാ താരങ്ങളെപ്പോലെ തന്നെയാണ് നെയ്മറും എന്ന് കോച്ച് പറയുന്നിടത്തൊരു കാര്യമുണ്ട്. നെയ്മർ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മാത്രമേ കളിപ്പിക്കൂ എന്നുള്ളത് അദ്ദേഹം തള്ളിക്കളയുകയാണ്. മറ്റൊന്ന്, നെയ്മറെ മാത്രം ആശ്രയിച്ചല്ല ഈ ടീം വരുന്നത് എന്നുള്ളത് കൂടിയാണ്. 2023 ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിനിടക്കാണ് നെയ്മർ ജൂനിയർക്ക് പരിക്ക് പറ്റിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് 2-2.5 കൊല്ലക്കാലം നെയ്മർ ഇല്ലാതെ തന്നെയാണ് ബ്രസീൽ കളിച്ച് പലതും പൊട്ടി. ശരിയാണ്. എന്നാലും അതുണ്ടാക്കി കൊടുത്തൊരു ആത്മവിശ്വാസമുണ്ട്, നെയ്മർ ഇല്ലാതെയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന്. അങ്ങനെയുള്ളൊരു ടീമിനോടൊപ്പം നെയ്മർ കൂടി വരുമ്പോൾ അതിനുണ്ടാവുന്നൊരു പഞ്ചും ആവേശവും വേറെയുണ്ട്. അതുകൊണ്ട് നെയ്മറുടെ സാന്നിധ്യം അവർക്ക് ശക്തി പകരും. പക്ഷേ പൂർണ്ണമായും നെയ്മറെ ആശ്രയിക്കുകയുമില്ല. അത് ഈ ടീമിനൊരു ഗുണകരമായ കാര്യമാണ്. ഇടത് പാർശ്വത്തിൽ വിനിയും വലത് പാർശ്വത്തിൽ റാഫീഞ്ഞയും ഗോളടിക്കാൻ എൻട്രിക്കോ, ഇഗോർ, തിയാഗോയോ കാര്യങ്ങൾ നല്ല രൂപത്തിൽ ചെയ്യുകയും ചെയ്താൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒരുവിധമൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും
മോശമല്ലാത്ത താരങ്ങൾ ബ്രസീലിനുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ ബ്രസീലിൻ്റെ സ്ക്വാഡ് നോക്കുമ്പോൾ ഗോൾ കീപ്പിങ്ങിൽ ഹ്യൂഗോ സൗസയെ എടുക്കാമായിരുന്നില്ലേ, ബെൻഡോയെ എടുക്കാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ എന്തായാലും വരുന്നുണ്ട്. പക്ഷേ കോച്ച് എടുത്തത് ആലിസനെയും എഡേഴ്സനെയും വെവേർട്ടിനെയുമാണ്. എന്തുകൊണ്ട് വെവേർട്ടൻ എന്ന ചോദ്യത്തിന് ടഫ്രയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ബ്രസീലിൻ്റെ മുൻ ഇതിഹാസ താരം, ഇപ്പോൾ ടീമിൻ്റെ ഗോൾ കീപ്പിംഗ് കോച്ചായിട്ടുള്ള ടഫ്രയിൽ പറയുന്നുണ്ട് 38 വയസ്സുള്ള വെവേർട്ടനെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ടീമിന് ഗുണം ചെയ്യുമെന്ന്. അങ്ങനെ ആവട്ടെ. തൽക്കാലം പെനാൽറ്റി ഷൂട്ടൗട്ടിലാണല്ലോ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ വീണത്. അത് മറികടക്കാൻ ആരുണ്ടെന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഇത്തവണയെങ്കിലും ആലിസന് അതിലൊക്കെ മികവ് കാണിക്കാൻ പറ്റട്ടെ എന്നേ ഇപ്പോൾ പറയാൻ പറ്റൂ. ഡിഫൻസിൽ ശരിയാ, ബ്രസീലിനെ പരിക്ക് വലച്ചിട്ടുണ്ട്. എതിർ മിലിറ്റാവോയുടെ നഷ്ടം വലിയ നഷ്ടം തന്നെയാണ്. പക്ഷേ ഗബ്രിയൽ മെഗല്ലസും മാർക്കിഞ്ഞോസും പോലെയുള്ള യൂറോപ്യൻ ഫുട്ബോളിൽ ഇപ്പോൾ ഇതാ UCL ഫൈനൽ കളിക്കാൻ പോകുന്ന 2 ടീമിൻ്റെ ഡിഫൻസിൻ്റെ ശക്തി ദുർഗങ്ങളായ 2 താരങ്ങൾ ഒത്തൊരുമിച്ച് ബ്രസീൽ ടീമിൻ്റെ ഡിഫൻസ് കാക്കുകയാണ്. അവിടെ കോട്ടമതിൽ കെട്ടുകയാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ശക്തമായിട്ടുള്ളൊരു ഡിഫൻസ് അവിടെ ഉയർത്താൻ പറ്റും. ലിയോ പെരീര, ഭ്രമർ ഇബാനസ് തുടങ്ങിയവർ ബാക്കപ്പായിട്ടുമുണ്ട്. പിന്നെ പ്രശ്നം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ബ്രസീൽ നേരിടുന്നത് ഡിഫൻസിൽ വിങ് ബാക്കുമാരുടേതാണ്. അത് അതുപോലെ തന്നെ തുടരുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ശരിയാണ്, വെസ്ലി ഉണ്ട് വലത് പാർശ്വത്തിൽ, ഡാനിലോ ഒരു പക്ഷേ റിസർവ് ആയിട്ടായിരിക്കാം. പിന്നെ ഡഗ്ലാസ് സാൻഡോസ് ഉണ്ട് ഇടത് പാർശ്വത്തിൽ, അലക്സാന്ദ്രോയാണ് ബാക്കപ്പായിട്ടുണ്ടാവുക. അപ്പം ഓക്കെ എന്ന് പറയാവുന്ന ഒരു വിങ് ബാക്ക് പൊസിഷനേ ഉള്ളൂ. എന്നാൽ സെൻറ്റർ ബാക്കുമാർ മികച്ചതാണ്. പിന്നെ കാസമിറോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടാണ് അദ്ദേഹത്തെ കോച്ച് അഞ്ചലോട്ടി വീണ്ടും തിരികെ ടീമിലേക്ക് കൊണ്ടുവന്നത്. നമുക്കറിയാലോ, അഞ്ചലോട്ടി വരുന്നതിന് മുമ്പ് അങ്ങനെ കോളപ്പിലേക്ക് കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം കാസമിറോക്ക് അവസരങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കാസമിറോ തിരികെ എത്തി, അദ്ദേഹം അവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തന്നെ മികച്ച രൂപത്തിലേക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ടീമിന് ഗുണം ചെയ്യും. സോ കാസമിറോയും ബ്രൂണോ ഗുയിമാറസും ഡബിൾ പിവോട്ട് റോളിൽ കളിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ബ്രൂണോ ഗുയിമാറസിന് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും ബെറ്റർ ആകുമായിരിക്കും എന്നുള്ളതുകൊണ്ടാണല്ലോ സ്ക്വാഡിൽ എടുക്കുന്നത്. ഫാബിഞ്ഞോ അതുപോലെ തന്നെ ഡാനിലോ എന്നിവരവിടെ ബാക്കപ്പായിട്ടുണ്ട്. നമ്പർ 10 ആണ് പ്രധാനപ്പെട്ട ഭാഗം. നമ്പർ 10 കളി മെനയാൻ ആര്? നെയ്മർ ഒരു പക്ഷേ സ്റ്റാർട്ട് ചെയ്യിച്ചില്ലെങ്കിൽ ഇപ്പോൾ യുണൈറ്റഡിനായിട്ട് സ്ട്രൈക്കറായിട്ടും പുറകോട്ട് വലിഞ്ഞുമൊക്കെ കളിക്കുന്ന മാത്യസ് കുഞ്ഞ മാത്രമല്ല, ലൂക്കാസ് പക്കേറ്റ്. പക്കേറ്റിൻ്റെ കാര്യത്തിൽ പല ആരാധകർ, നമ്മുടെ നാട്ടിലുള്ള ആരാധകർക്ക് എതിർപ്പ് കാണിക്കുന്നത് കാണാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി വളരെ മികച്ചതാണ്, ആ കാര്യത്തിൽ തർക്കമില്ല. സോ നമ്പർ 10 അവിടെ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ വിങ്ങേഴ്സ്, മുന്നേറ്റ നിരയിലെ വിങ്ങർമാരുടെ കാര്യത്തിൽ വിനിയും റാഫിനി ഒരു വർഷങ്ങളിലുണ്ടല്ലോ. വിനിക്ക് സപ്പോർട്ടായിട്ട് ഒരു പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയോ അവൈലബിൾ ആണ്. റാഫിഞ്ഞോ അല്ലെങ്കിൽ പിന്നെ ലൂയിസ് എൻട്രീക്കെ, അദ്ദേഹത്തിന് അവസരം കൊടുത്തപ്പോഴൊക്കെ മികച്ച പ്രകടനം ബ്രസീൽ ടീമിൽ കളിച്ചയാളാണ്. പിന്നെ റയാൻ ഇപ്പോൾ പുതുതായിട്ട് ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്പർ 9 സ്ട്രൈക്കർ ഇഗോർ തിയാഗോ പ്രീമിയർ ലീഗിൽ മിന്നും പ്രകടനമാണ്. അപ്പോൾ എൻട്രിക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സ്ക്വാഡ് മൊത്തത്തിൽ മികച്ചത് തന്നെയാണ്. വേൾഡ് കപ്പിലേക്ക് പോലും പോകാൻ കെൽപ്പുള്ളൊരു സ്ക്വാഡാണ്. അതാണ് കോച്ച് പറഞ്ഞത്, ബ്രസീലിന് വേൾഡ് കപ്പ് നേടാൻ കഴിയുമെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. കാരണം ഇത് മികച്ച ടീമാണ്, നല്ല സ്ക്വാഡുണ്ട്. പിന്നെ വേൾഡ് കപ്പിൽ ഫേവററ്റുകൾ എന്ന് പറഞ്ഞാൽ അത് ഫ്രാൻസും ബ്രസീലും അർജൻറ്റീനയും സ്പെയിനും അങ്ങനെ ഒരുപാട് നല്ല ടീമുകളുണ്ട്. പക്ഷെ ഒരു ടീമും പെർഫെക്റ്റ് അല്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. അത് ശരിയാണ്, എല്ലാ ടീമുകൾക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ ഇത്തവണ പോരാട്ടങ്ങൾക്ക് സജ്ജരായിട്ടുള്ള ഒരു പിടി താരങ്ങളെ എന്തായാലും കാർലോ ആഞ്ചലോട്ടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പലരും മിസ്സിംഗ് ആണെന്നൊക്കെ പറയാം. ജാവോ പെഡ്രോയുടെ കാര്യം, ആൻഡ്രൂ സാൻഡോസിൻ്റെ കാര്യം, ബെൻഡോയുടെ കാര്യം, അതുപോലെ കൈക്ക് ബ്രൂണോയുടെ കാര്യം, ആൻ്റണിയുടെ കാര്യം, തിയാഗോ സിൽവയുടെ കാര്യം ഒക്കെ പറയാവുന്നേ ഉള്ളൂ. പക്ഷേ അതിൽ ഈ പറയുന്ന താരങ്ങൾ ആരും മോശക്കാരല്ല എന്ന കാര്യം കൂടി നോക്കണം. 6ാം വേൾഡ് കപ്പ് കിരീടത്തിലേക്ക് ബ്രസീൽ പോകുമെന്ന് സ്വപ്നം കാണുന്നവരുണ്ടാകും, അതിന് കഴിയില്ലെന്ന് പറയുന്നവരും ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കോച്ച് പറഞ്ഞ പോലെ കോമ്പീറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള യൂറോപ്പിലെ ഒരു ടീമിനേക്കാളും ഒട്ടും പുറകിലില്ലാത്ത ഒരു ടീമും കൊണ്ടാണ് ബ്രസീൽ വരുന്നത്. ഏതായാലും അതാണ് നമുക്ക് ഈ സ്ക്വാഡിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, അതൊക്കെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റായിട്ടോ കമൻ്റായിട്ടോ ഒക്കെ ഇടാം. ഫുട്ബോൾ ആവേശവും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കൂടുതൽ വിശകലനങ്ങളൊക്കെ ആയിട്ട് ഈ റാഫ് ടോക്ക് ഫുട്ബോൾ പോഡ്കാസ്റ്റിൽ നമുക്ക് വീണ്ടും കാണാം.